ഈ ചാനൽ ചർച്ചയിൽ ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കുക നടത്തിയേക്കുന്ന ഒരു BJPയുടെ യുവ നേതാവ് പ്രിന്റു മഹാദേവൻ. അതെ, അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുങ്ങിയിരിക്കുകയാണ്, എവിടെയാണ് തപ്പിയെടുക്കാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപകരമായ രീതിയിൽ പരാമർശം നടത്തിയ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ബാബുവിനെ മൊഴിയെടുക്കാനായിട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തു എന്ന് പറയുന്നു. ചിലപ്പോൾ അതിനും അറസ്റ്റ് ഉണ്ടായേക്കും. എന്താണ്, മുഖം രക്ഷിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണോ? എനിക്ക് തോന്നുന്നത് സുരേഷ് ബാബുവിൻ്റെ കേസിൽ, ഇപ്പം ഈ രണ്ടുപേരെ കേസ് എന്ന് പറയുന്നത് സുരേഷ് ബാബുവിൻ്റെ തന്നെ ആദ്യം സംഭവിക്കുന്നത്. ഷാഫിയുടെ കേസിൽ ഷാഫിയെ അതായത് പരാമർശങ്ങൾ വന്നിരിക്കുന്നത് സ്ത്രീകളെ സൗന്ദര്യമുള്ള സ്ത്രീകളെന്നും സൗന്ദര്യമില്ലാത്ത സ്ത്രീകളെന്നും രണ്ടാക്കി തിരിച്ചു. എന്നിട്ട് സൗന്ദര്യമുള്ളവർ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരേക്ക് പോകാമോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സുരേഷ് ബാബുവിൻ്റെ സംസാരം പോയിരിക്കുന്നത്. സുരേഷ് ബാബു ഇങ്ങനെയൊക്കെ സ്ത്രീകളെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന, സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിക്കുകയും പിന്നെ ഷാഫി പറമ്പിലിൻ്റെ വ്യക്തി അധിക്ഷേപം നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ സുരേഷ് ബാബുവിനെതിരെ മൊഴിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാട്ടുകോഴികൾ നിറയെ അവരുടെ കയ്യിലുള്ളപ്പോൾ ഒരു ചെറിയ നാടൻ കോഴിയെ വിഷയം വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ചാടി വീണ്. അതായത് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനൊരു ആരോപണം വന്നപ്പോൾ അവരെല്ലാം തന്നെ സംശുദ്ധരും, രാഹുൽ മാങ്കൂട്ട ഏറ്റവും വലിയ കുഴപ്പക്കാരും. കാര്യം അവരിൽ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്താനുള്ള ആൾക്കാർ അവരുടെ കയ്യിലുണ്ട്, ഈ പാർട്ടിയിലുമുണ്ട്, നിയമസഭയിലുമുണ്ട്. അപ്പോൾ ഈ രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ പറഞ്ഞ് അവർ പറയാൻ എളുപ്പം ഷാഫിയിലേക്കായി. ഷാഫിയാണ് ഈ രാഹുലിനെ ഇവിടെ കൊണ്ടുവന്നത്. ഇവർ രണ്ടുപേരും കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. സുരേഷ് ബാബു ഈ പറയുന്ന പോലെ ജനക്കൂട്ടത്തെ കണ്ടാൽ അല്ലെങ്കിൽ മൈക്ക് കണ്ടാൽ പിന്നെ കൈവിട്ടു പോകുന്ന ഒരു പ്രവണത CPMന്റെ ഒരുപാട് നേതാക്കൾക്കുണ്ട്. അത് പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക്, മൈക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ നിയന്ത്രണം വിട്ടു പോകരുതെന്ന്. അങ്ങനെ നിയന്ത്രണം വിട്ട് പറഞ്ഞ വാക്കാണ് ഈ ഷാഫിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് സുരേഷ് ബാബുവിനെതിരെ ഇങ്ങനെ ആരോപണം വന്നപ്പോൾ തുടക്കം മുതൽ AK ബാലൻ സുരേഷ് ബാബുവിനെ കൈവഴിഞ്ഞു. സുരേഷ് ബാബുവിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ സുരേഷ് ബാബു കാണിക്കട്ടെ. സുരേഷ് ബാബുവിൻ്റെ ഭാഗം ചേരാൻ ഞാനില്ല. AK ബാലൻ എന്ന് പറയുന്ന നേതാവ് ഒരു വേള ഔദ്യോഗിക പക്ഷത്തോടൊപ്പം പിണറായിയുടെ ആളായിട്ടുള്ള ഒരാളാണ്. ഈ സുരേഷ് ബാബുവും പിണറായി പക്ഷത്തിൻ്റെ ആളാണ്. പിണറായി പക്ഷമല്ല, ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആളാണ്. പിണറായി പക്ഷം തന്നെയാണ് ഔദ്യോഗിക പക്ഷം. അപ്പോൾ പാർട്ടിയാണ് പിണറായി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പാലക്കാട് പാർട്ടി 7 കീറായി നിൽക്കുമ്പോൾ സുരേഷ് ബാബുവിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബാലൻ തള്ളി പറയുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാര്യം ബാലന് ഒന്നാമത് പാർട്ടിയിൽ ഇപ്പോൾ വലിയ ഇതൊന്നുമില്ല. കാര്യം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വയസ്സിൻ്റെ ആധിക്യത്തിൽ അദ്ദേഹം പുറത്താണ്. പാർട്ടിയിൽ ബ്രാഞ്ചിൽ അംഗം മാത്രമേ ഉള്ളൂ, പ്രാഥമികമായ അംഗത്വം മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്. പിന്നീട് കൃഷ്ണദാസും അതിനെ എതിർത്ത് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സുരേഷ് ബാബുവിന് ഇങ്ങനെ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിയിൽ ഒരു വനിതാ നേതാവിൻ്റെ കാര്യം വന്നപ്പോൾ KM ഷാജഹാൻ എന്ന സാമൂഹിക പ്രവർത്തകനെ വളഞ്ഞിട്ട് പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ മേൽ വല്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയൊക്കെ ചെയ്ത് നമ്മൾ കേരള സമൂഹം കണ്ടതാണ്. അന്നേ ഇവിടെ ചോദ്യമുണ്ടായിരുന്നു, എന്തുകൊണ്ട് CPM നേതാവായ ആ വനിത ആവശ്യപ്പെട്ട കാര്യത്തിൽ, വനിതാ നേതാവ് പറഞ്ഞ കാര്യത്തിൽ എന്തുകൊണ്ട് ഷാജഹാനെ ഇങ്ങനെ വളഞ്ഞിട്ട് നിങ്ങൾ പിടിച്ചു? അപ്പോൾ ഷാഫി എന്ന് പറയുന്ന ജനപ്രതിനിധിക്കെതിരെ ഇത്തരത്തിൽ ഒരു പാർട്ടിയുടെ ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇവിടെ ഉണ്ടായി. അതിനുള്ളൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് പേരിന് വേണ്ടി ഒരു മൊഴിയെടുക്കലാണ് ഈ നാടകം. മുഖം രക്ഷിക്കൽ. ഇതൊരു മുഖം രക്ഷിക്കൽ അല്ലെങ്കിൽ ഒരു നാടകമാണ്. കാര്യം പാർട്ടിക്കകത്ത് സുരേഷ് ബാബുവിനോട് ആഭിമുഖ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാട് പാർട്ടി 7 കീറാണ്. കാര്യം ഈ പറയുന്ന സരീൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് തന്നെ ഈ സുരേഷ് ബാബുവാണ്. കാര്യം അവർക്കൊരു സ്ഥാനാർത്ഥിയെ, പാർട്ടിക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്കില്ല, അവരുടെ കയ്യിൽ ആളില്ല. അത് തന്നെ CPMന്റെ ഏറ്റവും വലിയ നാണക്കേടാണ്. പിന്നെ ഇവർ പറയും ഇവർ പണ്ടും ലോനപ്പൊന്നും പാടുന്ന സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്, ഹംസയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്, ഞങ്ങൾ കൂടെ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാറില്ല. അത് പണ്ട്. ഇന്നിപ്പോൾ CPMൽ അങ്ങനെ പണ്ട് കാണിച്ചിരുന്നൊക്കെ ഇപ്പോൾ CPM കാണിക്കാൻ പറ്റും. രാഷ്ട്രീയം മാറി, കാലാവസ്ഥ മാറി, എല്ലാം മാറി. അപ്പോൾ സരിനെ അന്ന് കൊണ്ടുവന്നതിൽ കളിച്ച ഒരാളാണ് ഈ സുരേഷ് ബാബു. സുരേഷ് ബാബുവിന് അത്ര കണ്ട് പാർട്ടിക്കകത്ത് പാലക്കാട് സപ്പോർട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് സുരേഷ് ബാബുവിന് വരെ മൊഴിയെടുക്കുന്ന ഘട്ടം വരെങ്കിലൊക്കെ എത്തിയിരിക്കുന്നത്. മൊഴിയെടുത്തു എന്നുണ്ടെങ്കിൽ മൊഴിയെടുത്തതിന് ശേഷമുള്ള നടപടി. പിന്നെ ഷാഫി വെറുതെ അല്ല പാലക്കാട് ജയിച്ചിരുന്നത്. പാലക്കാട് ഷാഫി ഒരു തവണ തോൽപ്പിച്ചത് KK ദിവാകരനെയാണ്. KK ദിവാകരൻ എന്ന് പറയുന്ന CITUവിൻ്റെ നേതാവാണ്, KSRTC CIT യൂണിയൻ്റെ നേതാവായിരുന്ന ആളാണ്, ഒരു തവണ MLA ആയ ആളാണ്. അന്ന് ഈ MLA ആയ പിന്നെ KK ദിവാകരനെ തോൽപ്പിച്ച് ഷാഫി ജയിച്ചെങ്കിൽ പാർട്ടി വോട്ടാണ്. ഇപ്പോഴും പാർട്ടി വോട്ട് ഷാഫി കിട്ടുന്നുണ്ട്. ഷാഫിയുടെ ആഭിമുഖ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഷാഫിയുടെ ന്യൂനപക്ഷ മുഖത്തിന് നേരെയുള്ള വല്ലാത്ത ഒരു ഇതാണ് ഈ കാണുന്ന രീതിയിൽ ഉള്ള ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുള്ളത്.
CPM അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. CPM യുവ നേതാക്കൾ മറ്റു പാർട്ടിയിൽ വരികയാണെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ സന്ദേശം സിനിമയിലെ കഥാപാത്രം പറഞ്ഞ പോലെ പെണ്ണ് കേസ് ഉൾപ്പെടുത്തുക എന്നുള്ള ഇവരുടെ ഒരു അജണ്ടയാണ്. പിന്നെ ഇപ്പൊ ഈ പ്രിന്റു മഹാദേവൻ എന്ന് പറയുന്ന RSSകാരൻ, അതും ഒരു ഈ പറയുന്ന പോലെ ഒരു മുഖം രക്ഷിക്കലാണ്. കാര്യം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് ചോദിക്കുന്നത് അത് വെറുതെ ഒരു ചർച്ചയിൽ പറഞ്ഞതല്ലേ, നേരെ മറിച്ച് ഇവർക്കാണെങ്കിലോ ഇവർ നരേന്ദ്രമോദിക്കെതിരെ ഒരു ചെറിയ പരാമർശം നടത്തി ഇവിടെ കേരളം കത്തിക്കൂല അവർ. ഇതൊരു ചാനൽ ചർച്ചയാണ്. ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ ഒരു ചർച്ചയിൽ വന്നിരുന്നാണ് ഈ പ്രിന്റു മഹാദേവൻ സംസാരിച്ചത്. അത് സംസാരിച്ചിട്ട് ദിവസം എത്രയെന്നറിയോ? ഇന്ന് 30 27-ാം തീയതിയോ 28-ാം തീയതിയോ എന്തോ പരാമർശം വന്നതാണ്. ഇപ്പോഴാണ് കോൺഗ്രസ്സുകാർ സഭയിൽ ഇത് അവതരിപ്പിക്കുന്നത്. അല്ല, അതിന് P. രാജീവ് അവിടെ മറുപടി പറഞ്ഞത് ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അതായത് നിങ്ങൾ 26-നോ 27-നോ എന്തുകൊണ്ട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല? നിയമസഭ അവധിയാണ്, അപ്പൊ എങ്ങനെ കൊണ്ടുവരാൻ? അതുപോലും അറിയാതെയാണ് മന്ത്രി VD സതീശന് മറുപടി കൊടുക്കുന്നത്. അതെ, അപ്പൊ അതുപോലും അറിയാതെ മറുപടി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഈ പറയുന്ന രീതിയിൽ മന്ത്രിയൊക്കെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയം കളിക്കണമല്ലോ. മന്ത്രിക്ക് രാഷ്ട്രീയം, ഇപ്പം രാഹുൽ ഗാന്ധിയോട് നിങ്ങൾക്ക് എത്ര ഇതുണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. ഏതായാലും ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാര്യം BJP-യിൽ ഒരു ചെറിയ നേതാവിനെ പോലും പരാമർശ വിധേയമാക്കിയാൽ കേരളം കത്തിക്കുന്ന സ്വഭാവമുള്ളവരാണ് BJP-ക്കാർ. അപ്പൊ ഇതൊന്നും ശരിയായ നടപടിയൊന്നുമല്ല. പ്രിന്റു മഹാദേവനൊക്കെ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി, അതുകൊണ്ട് പ്രിന്റു മഹാദേവൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് നാട്ടുകാർക്ക് അറിയാൻ പറ്റി. ഏതായാലും തൃശ്ശൂർ അദ്ദേഹത്തിനെ പിന്നെ പിടിക്കുന്ന ഒരു നാടകമൊക്കെ അരങ്ങേറുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം തന്നെ പോയി കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗത്തിനെയും സുഖിപ്പിക്കാനായിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ പറയുന്ന രീതിയിലെ രണ്ട് നാടകങ്ങൾ നടക്കുന്നത്. ഒന്ന് മൊഴിയെടുക്കൽ സുരേഷ് ബാബുവിൻ്റെ, അത് ഈ വനിതാ നേതാവിനെ നിങ്ങൾ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. കാര്യം കോടതി പരാമർശം വന്നല്ലോ. 3 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന CI, ഈ പിന്നെ എറണാകുളത്തെ ഒരു സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരു CI എങ്ങനെ പോയി ഷാജഹാൻ അറസ്റ്റ് ചെയ്തു, അതിന് മാത്രം എന്തുണ്ടായി എന്ന ചോദ്യങ്ങളിലൊക്കെ സർക്കാർ ആകെ ഇറുകിപ്പോയില്ലേ. സർക്കാർ ഇറുകിപ്പോയി എന്ന് പറഞ്ഞ ഉപദേശം, ഇപ്പം അടുത്ത ഉപദേശം നേടിപ്പോയിരിക്കുവാണ് ഇതിനെന്താ മറുപടി കൊടുക്കും എന്നുള്ള. അതിനുള്ള ഒരു മറയിടാൻ സുരേഷ് ബാബുവിനെ മൊഴിയെടുത്തു. 2, പ്രിന്റുവിനെ തേടി ഇങ്ങനെ നടക്കുന്നു, പ്രിന്റു മഹാദേവനെ തേടി നടക്കുന്നു. നിങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല, ഞങ്ങളിതാ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ. എന്നാൽ BJP-ക്കാരടുത്ത് ഞങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് ചെയ്യണാണേ എന്ന് കാണിക്കാൻ കൂടെ ചെയ്യുകയാണ്. ഇതാണ് ഈ 2 നാടകങ്ങളിലൂടെ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയുന്നത്.